എന്തുട്ട് പരിപാടി മക്കളെ. രാവിലെ തന്നെ ഞാൻ നേരെ ഗുരുദ്വാരം ഇറങ്ങി. ഇവിടുന്ന് എത്ര 106 കിലോമീറ്റർ നടന്നല്ലോ. ഇപ്പോൾ സമയം 6 കഴിഞ്ഞു, 6:30 കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ. അങ്ങനെ നേരെ വെച്ച് പിടിക്കാൻ വിചാരിച്ചു. ഇന്നെങ്ങനെയെങ്കിലും എത്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖം നടന്നു. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് നോക്കി ആകെ ഒരു മൂടി കിട്ടിയ അവസ്ഥയാണ്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ചോദിച്ചു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി വെള്ളമൊന്നും കണ്ടില്ലേ. രാത്രി സൗണ്ടൊക്കെ ഇട്ടിടണം കിട്ടും. എൻ്റെ റൂമിൽ നടക്കില്ലായിരുന്നു. മഴയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് കാലത്ത് 5 മണിക്ക് എൻ്റെ 5 മണിക്ക് വന്നിട്ട് പുറത്തൊക്കെ പോയി നോക്കി. പുറത്ത് പോയി ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് വെള്ളമുണ്ട്. പക്ഷേ ബാക്കി മൊത്തം വരണ്ട എടുക്കണ്ട. ഇവിടെ വെള്ളം വേണം. ചൂട് കാരണം പെട്ടെന്ന് വലിച്ചെടുത്തുണ്ടാവും ചിലപ്പോൾ. അതാവും അങ്ങനെ. പിന്നെ അയോധ്യയ്ക്ക് തന്നെ പെട്ടാ. അയോധ്യയിൽ എന്നിട്ട് റാം മന്ദിർ കാണാണ്ട് പിന്നെ വേറെ എന്നിട്ടാ പിന്നെ എന്തൊരു ഹനുമാൻ്റെ ടെമ്പിൾ കണ്ടിട്ടുണ്ട്. എത്രയോ കൊല്ലം പഴക്കമുള്ള ഒരു ഹനുമാൻ്റെ ടെമ്പിള് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അവിടെ മെയിനായിട്ട് അതിനുള്ള ഒരു ദിവസം നിൽക്കാൻ പോലും ഇല്ല എന്നാണ് പറഞ്ഞ കാര്യമായിട്ട്. പിന്നെ അവിടെ സ്റ്റേ അടിക്കേണ്ട കാര്യം കുറച്ച് തീരെ വികസനം ഇല്ലാത്ത പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ. അങ്ങനെ പറഞ്ഞു കേട്ടത്. എന്ന് പറഞ്ഞാൽ പണികളൊക്കെ നടന്നു വരണുള്ളൂ. ആകെ പണികൾ നടക്കുന്ന കാരണം റോഡും ഒക്കെ മോശമായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞേ. എന്താണെന്നറിയില്ല. ഒരു 3 മാസം മുന്നേ പോയ ഒരാൾ പറഞ്ഞതാ. ഇപ്പം എന്താ അവസ്ഥ എന്നറിയില്ല. നോക്കി നോക്കണം എന്തായാലും പോയിട്ട്. റോഡിൽ മൊത്തം ഈ പറഞ്ഞ പോലെയാണ്. അല്ല റോഡല്ല, അന്തരീക്ഷം മൊത്തം ഒരു മങ്ങിയിട്ട് കണ്ടില്ലേ. ഫുള്ള് മഴക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാരെല്ലാന്ന് തോന്നുന്നുണ്ട്. ഈ അണ്ടർസ്റ്റാൻഡ് ആണോണ്ടല്ലേ. അങ്ങനെയാണ് പരിപാടികൾ. ഒന്ന് നേരെ അയോധ്യയ്ക്ക് പെടാം. എത്തുമെന്ന് നോക്കി നോക്കാം നമുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് നാളെ കാലത്ത് കണ്ടിട്ട് ഉച്ചയാകുമ്പോഴേക്കും അവിടെ നടക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ. അങ്ങനെ എത്താൻ പറ്റാന്ന് കഴിഞ്ഞാൽ സുഖമായി. അങ്ങനെ വെള്ളം ബോട്ടിൽ കണ്ടിട്ടുണ്ടാവുന്നത് ഏത് ഒരെണ്ണം കാണാനില്ല. വെള്ളം ബോട്ടിൽ ഒരെണ്ണം കൂടി വാങ്ങണ്ട് പിന്നെ അങ്ങനെ സീനാ. അയ്യോ ഒരു രക്ഷയില്ലാത്ത മക്കളെ. ഇന്ന് മഴ പെയ്യുന്നു തോന്നുന്നുണ്ട്. ഗംഭീര മഴക്കാരാ. നോക്കിയേ എന്ത് മഴക്കാരെന്ന് പറയുക. അയ്യോ മഴ പെയ്താ. മഴ പെയ്ത് തുടങ്ങിയില്ല. നല്ല പടപ്പോണം. നോക്കിയേ മഴ പെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ 2 ദിവസം നിന്നത് വെറുതെ കഴിഞ്ഞിപ്പോൾ. മഴ പെയ്യുന്നുള്ളത് ഉറപ്പായി. നല്ല ഉറപ്പാ. ഇപ്പം എവിടെയെങ്കിലും നിന്നില്ലെങ്കിൽ അടുത്ത പണി വയ്ക്കുക നോക്കിക്കോ. അപ്പോൾ ഫുള്ള് നനയും ഞാൻ. ഇവിടെ കയറിക്കാനൊരു സ്ഥലം കാണാനില്ലല്ലോ. പണിക്കാരൊക്കെ വന്നിരിക്കും. സ്ഥലം കണ്ടു കഴിഞ്ഞാലേ വേഗം മിണ്ടാണ്ട് കയറിയിരിക്കുക. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെടും. അത് നമ്മൾ കയറിയിരിക്കുക. ഇന്നലെയൊക്കെ പെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഴ തന്നെ നടന്നിരുന്നിട്ട്. ഇത് വെറുതെ ഇപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് ഉണങ്ങില്ല. തേങ്ങ ഒരേ പണി വരണത്. എന്താ ചെയ്യുക. എല്ലാ ടിപ്പ മഴക്കാരെ നോക്കി എന്തൊക്കെ ചെയ്യണം നോക്കില്ല. മഴ പെയ്താലും ഭാഗ്യം. മഴ പെയ്യുന്ന വിചാരിച്ചിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷെ തൂളിട്ടാ ഞാൻ പോണോടത്തൊക്കെ മഴ പെയ്തിട്ടുണ്ട്. റോഡൊക്കെ മൊത്തം നനഞ്ഞിട്ട് കിടക്കണം. ഇത്ര നേരമായിട്ട് മഴ കിട്ടിയില്ല. കുറച്ച് നേരം ചാരിപ്പ് ഞാൻ ഒരു കടയുടെ അവിടെ കയറിയിരുന്നു. പക്ഷേ ആ ചാറിൽ തന്നെ ഇപ്പോഴും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. ഒരു വ്യത്യാസമില്ല ഇതിൽ.
പരിപാടി മക്കളെ. നല്ല സൂപ്പർ ക്ലൈമറ്റ് അതിൻ്റെ. ഇനി ഇവിടുന്ന് 10-70 സംതിങ് കിലോമീറ്റർ ഉണ്ട് അയോധ്യയ്ക്ക് എത്താൻ. ഇന്ന് എത്തുമെന്ന് അറിയില്ല. ഇനി മഴ ഉള്ള കാരണം മഴ എവിടെയെങ്കിലും വെച്ചൊന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാളിപ്പോയി. അങ്ങനെ സമയം 10 മണി കഴിഞ്ഞുകൊണ്ടിട്ട് ഇപ്പോൾ എത്രയും സമയം 10:30. 30 കിലോമീറ്ററിനടുത്ത് കവറായിണ്ടാവും ഇപ്പോൾ. അങ്ങനെയാണ് പരിപാടി മക്കളെ. എല്ലായിടത്തും കുറേ അമ്പലങ്ങളുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാട്ടോ ഇവിടെ സൈഡിൽ. ഷൂവൊക്കെ ഒരു ലെവലായി. ഷൂവൊക്കെ നമുക്ക് പരിപാടി എന്നറിയും. രാം മന്ദിറിൻ്റെ വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടി ചെളി മൊത്തം എത്തിക്കാവും. ഗിയറിങ്ങനെ ഇടയ്ക്ക് തന്നെ സ്ലിപ്പാവുണ്ട് ചവിട്ടുമ്പോൾ. അടുത്ത പണി ചെന്നിട്ടാണോ വരാൻ കിടക്കണേ. അയ്യോ അതിൻ്റെ ഫ്രണ്ടൊക്കെ പൊളിച്ചോണം. ഇവിടെ അരിയൊക്കെ കണ്ടില്ലേ, ഫുള്ള് കൃഷിയാണ് കണ്ടില്ലേ. പെട്രോളിലാണ് പിന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ചൂട് പോയിട്ട് തണവ് വന്ന് തുടങ്ങിയപ്പോഴേ നേരത്തും പിരിയത്തിനുള്ളും ഈ ശരവുള്ളൊക്കെ ചൂടൂര് കൊണ്ടുപോകുന്നുണ്ട്. അത് ചുട്ടൂറ് കേടുന്നുണ്ട്. അങ്ങനെ ചുട്ടൂറ് കേടുന്നുണ്ട്. വിശക്കണ്ടല്ലോ. എന്തൊരു കമ്പനികളാണോ ഉള്ളേരിയയിലേക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നല്ല രസമുള്ള വഴികളും ഉണ്ട്. ഇങ്ങനെ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ പണി വാങ്ങണ്ടല്ലോ. നമുക്ക് അറിയില്ലല്ലോ എന്താ അവസ്ഥ. പിന്നെ ഇവിടെ തന്നെ ഇരിക്കാൻ വിചാരിച്ചു വരുന്നത് എന്തിനാ. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. മഴ പെയ്യില്ലാന്ന് വിചാരിക്കുന്നു. ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചവിട്ടി സമയം 1 മണിയായി മക്കളെ. ഉച്ചത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പലും കിട്ടിയിട്ടുണ്ട്, കുറച്ച് ബിസ്ക്കറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് പിടിക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് കാര്യങ്ങൾ. ക്ലൈമറ്റ് വലിയ സീനില്ല. അങ്ങനെ ചൂടുമില്ല, നന്നായിട്ട് തണവുമില്ല. അങ്ങനത്തെ ഒരു ഇതാ. മഴയൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ചേരം മഴ മാറിയിട്ട്. അങ്ങനെ ഫുള്ള് നല്ല രസമുള്ള വഴി ചേട്ടാ. ഹൈവേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കപ്പലണ്ടി നന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലണ്ടി നല്ല ചൂടുള്ള കപ്പലണ്ടി. കാരണം നല്ല ചൂട് കഴിക്കുക. എന്തത് മരത്തിന് നടുക്കിലോട്ടാ. ഇത്ര വലിയ മരം നടുക്കിലോ കിലോട്ടാ. ഇന്ന് അയോധ്യ എത്താൻ സാധ്യത കുറവാ. കണ്ടില്ലേ വീടുകളൊക്കെ കണ്ടില്ലേ. മതിൽ പോലെ കെട്ടിയിട്ടുണ്ട്. എല്ലാ വീട്ടിലും പശുക്കളുണ്ടാവും. കണ്ടില്ലേ. ഇതാണ് അവസ്ഥ. ഇവിടെ തീറ്റപ്പുല്ല് നോക്കി പശുവിനുള്ളത്. മുടി കെട്ട് കടാ. മുടി
ഇവിടുത്തെ കുറേ മുടി ഇട്ടോട്ടുണ്ടോ. കുറേ കാവുകളുടെ കുറേ സെൻറ്ററുകൾ വരില്ല അങ്ങനത്തെ സ്ഥലങ്ങളാട്ടതൊക്കെ. അങ്ങനെ അങ്ങനെ വീടുകൾ കണ്ടില്ലേ ഇവിടുത്തെ. സംഭവം കാണാനൊക്കെ രസമാണ്. അങ്ങനെ ആരെങ്കിലും വർത്താനം പറയാൻ പോയി കഴിഞ്ഞാൽ പോകാന്ന് മാത്രമല്ല, അല്ലാണ്ട് വെറുതെ പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. ഹായ് നോക്കണില്ല അവൻ. കപ്പലിൻ്റെ കിട്ടിയത് വായിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വെച്ചാൽ പടം ഇറങ്ങിയിരിക്കുകയായിരുന്നു. നല്ല രസമാണ് ശരിക്കും ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ. വെറൈറ്റി ഇതാ ശരിക്ക്. ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ യാതൊരു രസവും ശരിക്കും. ഇവിടുത്തെ ശരിക്കും വല്ല ലോക്കൽസിനൊക്കെ അറിയാൻ ചില സുഖം. അപ്പോൾ അവരെയും കൊണ്ട് ഉള്ളിൽ പോകാൻ ഉണ്ട്. പിന്നെ കുറച്ച് നേരത്തെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രയാഗ്രാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീട് വാരണാസി വഴിയാണ്. ഞാൻ പ്രയാഗ്രാജ് പഠിക്കണ്, അവിടേക്ക് വായോ, അവിടെ സ്റ്റേ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു പ്രയാഗ്രാജ് കൺഫേം ആക്കിയിട്ടില്ല, അയോധ്യ എത്തിയിട്ട് നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞത്. പ്രയാഗ്രാജിൽ കാര്യമായിട്ട് മാത്രം കാണാറുള്ളത് എന്തിട്ടാ ത്രിവേണി സംഗമാ അങ്ങനെ എന്തോ ഉണ്ട് തന്നെ ഉള്ളത് പറഞ്ഞേ. എത്ര കിലോമീറ്റർ പോയിട്ടുള്ളത് കാണാൻ മാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞേ. ഞാനിങ്ങനെ ഡബിൾ മൈൻഡായിട്ടിരിക്കണേ. ആദ്യം അയോധ്യ പ്രയാഗ്രാജ് വാരണാസി പോകാന്നുള്ള പ്ലാനിലാണ് ഞാൻ നടന്നേ. നോക്കട്ടെ എന്തായാലും. അയോധ്യ എത്തിക്കഴിഞ്ഞ് പ്ലാൻ എന്താന്ന് നോക്കിയിട്ട് ചെയ്യാതെ നല്ലത്. ഇങ്ങനത്തെ കുറേ താപകൾ ഉണ്ടാവും കേട്ടോ അവിടെ. ഈ ജാതി രസമാണ് ശരിക്കും യൂസ് കാണാനൊക്കെ. ഈ നമ്മൾ വിചാരിച്ച പോലെ നല്ല ജാതിയും നാച്ചുറലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ള് ഗ്രീനറിയാണ്. നമ്മൾ പറയില്ലേ കേരളത്തിലെ കൂടുതൽ, അതേപോലെ തന്നെ ഏകദേശം എല്ലായിടത്തും കൃഷിയാണ്. എവിടെ നോക്കിയാലും കൃഷി 5 കളിയാണ്. നോക്കി ഈ ഭാഗമൊക്കെ നോക്കി അത്രയ്ക്കും മരം വന്നു. ഉള്ളിൽ ഉള്ളിയൊക്കെ നോക്കിയ മരങ്ങളൊക്കെ നോക്കി യാതൊരു സ്ഥലമാണ്. എന്ത് രസമായിട്ട് നിൽക്കണേ നോക്കിയൊക്കെ. അടിപ്പം സ്ഥലമായിട്ടില്ല നോക്കിയ മാവുകൾ നിൽക്കണത് കാണാൻ നല്ല ഇത് മാവല്ലേ. അങ്ങനെ ഞാനെന്തായാലും കുറച്ച് നേരം കൊണ്ട് ചവിട്ടിയിട്ട് നിർത്താം നോക്കാം. 1 മണി നല്ലൊരു സ്ഥലം കിട്ടി കഴിഞ്ഞാൽ എവിടെയും നിർത്താം നല്ലത്. അങ്ങനെ സമയം 2 മണി. എവിടെയും ഇരിക്കാൻ വിചാരിച്ചിരുന്നതാ. ഇരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. അങ്ങനെ നോക്കി ഇരിക്കണ സ്ഥലം കണ്ടില്ല. ഇവിടെ ഒരു എരുമര തൊഴുത്താണിത്. അപ്പുറത്തൊരു കുളം, ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ ആടിനെ കൊന്നിട്ട് തലയൊക്കെ മുറിച്ചു ആടിൻ്റെ കണ്ടില്ലേ. എൻ്റെ ആടിനെ കട്ട് ചെയ്യണ സ്ഥലമാണ് കണ്ടില്ലേ. എന്താ അല്ലേ, ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ് കണ്ടില്ലേ. ആടിനെ കെട്ടി തൂക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഇവിടെ കുറച്ച് നേരം കിടക്കാൻ വിചാരിച്ച് വന്നതാ. കിടക്കാൻ പറ്റിയാണോ പരിപാടി വന്നതാ. ഇവിടെ സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട്. തൊഴുത്തിൻ്റെ ചാണകം കൂടെ നട്ടിരണോ ഈ അവിടെ. ആയി റെസ്റ്റ് എന്ന് പറയണ എല്ലാവരും. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സ്നേഹത്തിലെ ആൾക്കാർ വർത്താനം പറയൽ കാര്യങ്ങളൊക്കെ. എന്തായാലും നോക്കട്ടെ. എന്തായാലും ഇവിടെ നിന്ന് 40 സംതിങ് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്താൻ പറ്റുകയാണാവോ. 2 മണിയായി. 5 മണി വരെ നമ്മൾ വലിയ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റിസ്ക് എടുത്ത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടക്കാനുള്ള സ്ഥലം കിട്ടാനും പണിയാവും. അതാണ് കൂടുതൽ പണി. അവിടെ ഞാൻ കിടന്നിടന്ന സ്ഥലമില്ലേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകുന്നേരം ടൈമിൽ മാർക്കറ്റ് പോലെ വരുന്ന ടൈം നടന്നു ആടിനൊക്കെ മുറിക്കുന്ന നടന്നില്ലേ. ഞാൻ വിചാരിച്ച് വൈകുന്നേരം ആയപ്പോൾ 2 ആടിനെ മുറിക്കാൻ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണടച്ച് എനിക്കും വിളിക്കും
നിറച്ച ആൾക്കാരായി അവിടെ. പച്ചക്കറികൾ, തേങ്ങ, മാങ്ങ, മീൻ, ഫുൾ സാധനങ്ങളായി അവിടെ. ആകെ ആൾക്കാരായി. എന്നിട്ട് ഞാൻ കിടക്കുന്നിടത്തൊക്കെ ആ സൈഡിലൊക്കെ ആൾക്കാരൊക്കെ വന്നിരുന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ മെല്ലെ അവിടെ നിന്ന് എൻ്റെ വിട്ടു. ഓ സമയം 4 മണിയായി. കണ്ടില്ലേ പോയോണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഇവിടെ കുറേ ഇങ്ങനത്തെ ചെള്ള വഴികൾ കുറേ ഉണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിരിക്കാൻ പറ്റുന്ന നല്ല സെറ്റപ്പ് ഉണ്ട്. നല്ല മണ്ടമറി, ഫുൾ മണ്ടമറിയാണ് ഇവിടെ. പക്ഷേ നമ്മുടെ അവിടെ മണ്ടമറിയില്ല വെച്ചാൽ ആകെ ആൾക്കാരുണ്ട് ഓടി വീടൊക്കെ. ഇവിടെ ഒന്നും ആരും കാണാനില്ല, ആർക്കും വേണ്ട. അതുകൊണ്ട് ഇവിടെ മണ്ടമറി 4 മണി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ വന്നൊരു പെട്രോൾ പമ്പ് ഒരെണ്ണം കണ്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ. അല്ലെങ്കിൽ ഈ സൈഡിലൊന്നും കണ്ടിട്ടില്ല. ഇവിടെ കടകളൊക്കെ ഉണ്ട്. നല്ല ഉള്ളിൽ കയറിയിട്ട് നോക്കി മറ്റേ മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ എന്തോരം ഉള്ളിൽ കയറ്റില്ല. ചിലപ്പോൾ ഹൈവേരെ പണി നടക്കണ കാരണം മുൻകൂട്ടിയിട്ട് ഉള്ളിലാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ എന്തോരം ബൈക്കിലാക്കി പെട്ടെന്ന് പോകുമ്പോൾ കാണൂല അവിടെ അവള്. സീറ്റോറ് കടയായിരുന്നേ മൂടൊക്കെ കഴിഞ്ഞിട്ട് പാടിളക്കി. കയ്യൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. കടകളൊക്കെ ഉണ്ടോ? എനിക്ക് ചെറിയ ഷട്ടറുണ്ട്, ചെറിയ കടകൾ. വളക്കട, കമ്പ്യൂട്ടർ കട, സൈക്കിൾ കട, മുറുക്കാൻ കട. നല്ല സൈഡിൽ ഇത്തിരി പോകുന്ന കടകൾ ചെറുത്ത് എന്നിട്ട് ये मंदिर है इधर रात में रहने मिल जाएगा। ഇതൊരു ഗുരുദ്വാര പോലത്തെ ഞാൻ തോന്നുന്നുണ്ട്. ചോദിച്ചു ഗുരുദ്വാര കിतना दूर है ഗുരുദ്വാര? പിള്ളേരാണെന്നുണ്ടാ മുട്ടക്കട ഉണ്ട്. ഒരു പുഴിഞ്ഞ മുട്ട കഴിച്ചിട്ട് പോകും. भाई बॉयलैंड आया? हाँ भाई। ओ मो इधर कोई गुरुद्वारा है? गुरुद्वारा ओ सॉरी गुरुद्वारा कहीं नहीं है यहाँ पे नहीं। इधर नहीं? धर्मशाला है? धर्मशाला भी नहीं है, आपको फैजाबाद नहीं मिलेगा। हाँ रुकना है क्या? हाँ रहने का स्कूल में बात कर लो भैया। ये स्कूल में चाले जो मंदिर है इधर को प्रॉब्लम नहीं? कोई नहीं, ये स्कूल जो एजेंसी है इसमें एजेंसी में मालिक बैठे होंगे, जो स्कूल के मालिक हैं। हाँ वो बैठे होंगे तो उनसे पूछ लो कोई मंदिर का रहना सुना पूछ लीजिए। जैसा होगा बताएंगे। रात भर रहेंगे किसी? हाँ रात में रहने का। हाँ तो वही अयोध्या जाने का। अयोध्या की कितना दूर है? अयोध्या तो यहाँ से 30 किलोमीटर दूरी है। 30 आज नहीं है। आज नहीं है, इतना टाइम हो गया। टाइम ज़्यादा हो गया। हाँ कितना है बॉयलंडा का? बॉयलंडा 10 रुपया। हाँ ओके. അങ്ങനെ ഇന്നത്തെ
ഇവിടുത്തെ താമസം ഒരു വെറൈറ്റി സ്ഥലത്താട്ടാ. എവിടെയെന്ന് അറിയൂ, ഒരു കോളേജിൽ കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞൊരു കോളേജ് ഒരു മന്ദിരം കൂടിയിട്ടുള്ളതാണ്. ഞാൻ അമ്പലം കണ്ടപ്പോൾ അമ്പലത്തിൽ കിടക്കാൻ പറ്റുമെന്നുള്ള അങ്ങനെ ചോദിച്ചു നോക്കിയതാ. അങ്ങനെ ചോദിച്ചിട്ട് ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിൽ മൊത്തം പിള്ളേർ ഞാൻ കയറിയ ടൈമിൽ പെട്ടു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു കൂട്ടാ. അങ്ങനെ ഞാനൊരു 4:30 നേരത്താണ് എത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ നിറച്ച് പിള്ളേരുടെ ഉള്ളിൽ. അങ്ങനെ ഞാൻ കയറും ചെയ്തു, എന്താ വേണ്ടെന്നുള്ള അവസ്ഥയായി. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ എന്നിട്ട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യം പറഞ്ഞു, മന്ദിരം കണ്ടപ്പോൾ കയറിയതാണ് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ അതിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ കിടന്നു ID കാർഡ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ID കാർഡ് ഫോട്ടോ സെറ്റ് വേണമെന്ന് പറഞ്ഞു. ഫോട്ടോ സെറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ സെറ്റ് അവിടെ തന്നെ ഓഫീസിൽ തന്നെ എടുത്തു. എന്നിട്ട് പറഞ്ഞു അവിടെ ആയിരുന്നു ഓഫീസ് കേട്ടോ. അവർ പറഞ്ഞു ഇവിടെ ഫാൻ ഉണ്ട്, ഇത് മാറ്റിയിട്ട് ഇതുമ്മ അടിയിൽ കിടന്നോ അല്ലെങ്കിൽ എൻ്റെ മുകളിൽ കിടന്നോ പറഞ്ഞു. അപ്പം സെറ്റായി. പിന്നെ ഇനിയിപ്പോൾ ഒന്നും നോക്കണല്ലോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടുന്ന് അയോധ്യക്ക് എത്ര 30 കിലോമീറ്റർ കൂടി ഉണ്ട്. ഞാൻ വിചാരിച്ചു പെട്ടെന്നോളം വരെ പോയിട്ട് പിന്നെ നോക്കാമെന്ന്. അപ്പോൾ പിന്നെ ഒരു ഇത് എന്തായാലും കിട്ടി, കിടന്നു പറയും ചെയ്തു. അപ്പോൾ പിന്നെ വേറെ നോക്കും വേണ്ടെന്ന് വിചാരിച്ചല്ലോ. അങ്ങനെ എന്ത് കോളേജാണെന്നുള്ളത് നോക്കും ചെയ്തില്ല കേട്ടോ. പറഞ്ഞ പോലെ +1 +2 ഒക്കെ ആവും തോന്നുന്നുണ്ട്. അത്ര വലിയ പിള്ളേരൊന്നും നടന്നില്ല, കണ്ടില്ല. അത്യാവശ്യം ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മന്ദിറിൻ്റെ ഹാള് അങ്ങനെയൊക്കെ. ഇവിടെ മാത്രമേ കോളേജുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ അമ്പലത്തിലത്തെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞാനവിടെ ടോയ്ലറ്റ് നോക്കാൻ പോയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ. അപ്പോൾ ഞാൻ പെട്ടെന്നായി പെട്ടെന്ന് നമ്മൾ കോളേജിൽ പോയി പിന്നെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നമുക്കൊരു 3-4 ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. അവരുടെ പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ സ്റ്റേയും റെഡിയായി മക്കളെ കോളേജിൽ. അത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. സാധാരണ അമ്പലം, ഗുരുദ്വാര, വീട് അങ്ങനെയൊക്കെ കിട്ടാറില്ല, കടയുടെ സൈഡൊക്കെയാ. ഇന്നൊരു കോളേജ് കിട്ടി. എന്തായാലും കോളേജിൽ തുറക്കാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഫാനിലാരും പിന്നെ കുഴപ്പമില്ല, ഫാനില്ലെങ്കിൽ സീനാണ്. ഞാൻ ആദ്യം അവിടെ അടിക്കാൻ വിചാരിച്ചു. പിന്നെ അവർ പറഞ്ഞു ഫാൻ ഉണ്ട്, വേണമെങ്കിൽ ഇവിടെ കിടന്നോന്ന് പറഞ്ഞു. അപ്പോൾ സുഖമായി. മറ്റേത് അവിടെ കിടന്നു കഴിഞ്ഞാലും ടെൻ്റ് അടിച്ച് കിടന്നു കഴിഞ്ഞാൽ ചൂടെടുക്കും. അങ്ങനെ പറയണ്ട, കുളിക്കണം എന്നുണ്ട് ആകെ ചൂടെടുത്തിട്ട്. പക്ഷെ കുളിക്കാൻ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇവിടെ സ്കൂളത്തെ ബാത്റൂമല്ല, എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. നോക്കിയിട്ടില്ല ഞാൻ പോയിട്ട്. അങ്ങനെ പിന്നെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റാവട്ടെ ആദ്യം പോയിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോളേജിലത്തെ ഉറക്കത്തിനുള്ള പരിപാടികളൊക്കെ സെറ്റായി കേട്ടോ. എന്നിട്ട് ടെൻ്റൊക്കെ അടിച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുള്ള്. അങ്ങനെ നേരെ മേശപ്പുറത്ത് കയറി നിന്നിട്ട് നേരെ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഫുഡ് നമ്മുടെ സ്ഥിരം കുറച്ച് നാളെ തന്നെയാവുമല്ലോ, വേറെ പാകൊന്നുമില്ലല്ലോ. അപ്പോൾ വാങ്ങിച്ച ചേരണം രാത്രി എന്തെങ്കിലും കഴിക്കാൻ ഞണ്ണുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റായി ഇടുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ കാരണം നോക്കി അവിടെ മറ്റേ പടത്തിലൊക്കെ കാണുന്ന പോലെ വല്ല പ്രേതൊക്കെ വരികയാണോ കോളേജിൽ. അതൊക്കെ സീന്. പുറത്ത് മൊത്തം കുറയ്ക്കന്മാരെ 5 കളി മുകളിലൊക്കെ നിറച്ചാ. ഞാനിവിടെ പുറത്ത് ഇതുമില്ല കുത്തിച്ചിട്ടുണ്ടായിരുന്നു ഫോണ്. അങ്ങനെ കുത്തിവെച്ചപ്പോൾ ഇവിടുത്തെ ആൾ എന്നിട്ട് പറഞ്ഞു എന്നോട് ഫോണൊന്നും കുത്തിയൊക്കെ കണ്ടതൊക്കെ പോകുമെന്ന് പറഞ്ഞു. സൈക്കിൾ ഉടക്കി സൈക്കിളിൻ്റെ ഇന്നാൾ വന്നപ്പോൾ മറ്റേ നമ്മുടെ ഇവിടെ പോയപ്പോഴാണ് കർണാടകയിൽ എവിടെയുണ്ട് വെച്ചിട്ടാണ് ഇതേപോലെ ഒരു കേവ് കാണാൻ പോയപ്പോൾ പുറത്തുനിന്ന് പൂട്ടിട്ടുണ്ടായിരുന്ന സിബ് കുരങ്ങൻ തുറക്കണ്ടാണെന്ന് കണ്ടത്. അത് കാരണം സിബ് തുറന്നവരാണ് എടുത്തോണ്ട് പോകും. അപ്പോൾ സൈക്കിളൊന്നും ഇരുന്ന് ഇവിടേക്ക് കയറ്റിയേക്കണം, അപ്പോൾ കാണാൻ പറ്റുമല്ലോ സൗണ്ട്. ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല തീരെ. അങ്ങനെ ഫുഡൊക്കെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചിട്ട് അവിടെ ബാത്റൂം ഉണ്ട്, അപ്പോൾ അവിടെ പോയി കുളിക്കണം. ലൈറ്റൊക്കെ ഉണ്ടാണാവോ പരിപാടികൾ. ഫാനുള്ള കാരണം കാറ്റ് കുറച്ച് കുഴപ്പമുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ടെൻറ്റിൻ്റെ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുകളിലുള്ളതല്ലേ, അതും കൂടി ശരിക്കും ഇതേപോലെ നെറ്റാവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വേറണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇതെന്ന് പറഞ്ഞാലേ ചൂട്ടുകാലത്തേക്ക് അത്ര വലിയ എയറൊന്നും കയറണമെന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ കാണുമ്പോൾ നല്ല എയർ കയറണ പോലെയൊക്കെ തോന്നും, പക്ഷേ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സീനാണ്. പറയണ്ട, എന്നാൽ പെട്രോളിൽ ഞാൻ കിടന്നിട്ടുള്ളതിനും പെട്ടുണ്ട്. അയ്യോ. അങ്ങനെ നാളെയും മഴ പെയ്ത് കഴിഞ്ഞാൽ സുഖമായി. അങ്ങനെ നാളെ ഇവിടുന്ന് നേരെ അമ്പലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ വെച്ച് പിടിക്കണം. പ്രയാഗ്രാജിലേക്ക് ഒരുത്ത സ്റ്റേ റെഡി ആക്കിയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളതാ വാരണാസി ഭാഗത്തുള്ള ചെക്കൻ. അവൻ പ്രയാഗ്രാജിലാണ്ടാണ് പഠിക്കണേന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റേ ഒന്നും ആയിട്ടില്ല, അങ്ങനെ അത് കാരണം ചിലപ്പോൾ വരണമെന്ന് പറഞ്ഞു. സ്റ്റേ ഒക്കെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുക, പ്രശ്നമൊന്നുമില്ല, കോളേജിൽ ഹോസ്റ്റലിലാണ് അങ്ങനെ നിൽക്കാതൊക്കെ പറയുമ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ പോണോ വേണ്ടേ എന്നുള്ളൊരു മൈൻഡിലാണ്. അങ്ങനെ നാളെ എന്തായാലും അവിടേക്ക് എത്തട്ടെ, എന്നിട്ട് നോക്കി നോക്കാൻ കഴിയാന്നുള്ളത്. അങ്ങനെ പരിപാടികൾ. ഫുഡ് തിളച്ച് വരണം, ഇനി കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ശരി, എന്തായാലും ഞാൻ ഈ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ എന്തായാലും.